ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ രേണു സുധിയുടെ ഒരു ആൽബം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ആൽബം കണ്ടവർക്കറിയാം അത് ഭയങ്കര മോശമുള്ള രീതിയിൽ തന്നെയായിരുന്നു എടുത്തിരുന്നത്. ഇത് കണക്ക് ബെഡ്റൂം സീനായിരുന്നു അതിനകത്ത് കാണിച്ചിരുന്നത്. ഇപ്പോൾ ഉണ്ടെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇതേ കണക്ക് ആൽബം എന്ന് പറഞ്ഞ് ഇറങ്ങുന്നത് മുഴുവൻ ഉണ്ടെങ്കിൽ ഇതേ കണക്കുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുന്നത്. എന്നിട്ടുണ്ടെങ്കിൽ അത് ആൽബമാണ് അല്ലെങ്കിൽ ആർട്ടാണെന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് നമ്മൾ ഒരുപാട് കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു കഥയ്ക്ക് ആവശ്യമാണെങ്കിൽ ഓക്കെ, പക്ഷേ മിക്കത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആൽബം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഉള്ളതേ ഇറങ്ങും, അതല്ലാതെ വേറെ ഒന്നുമില്ല. ഇതേ കണക്ക് ഇപ്പോൾ രേണു ഉണ്ടെങ്കിൽ നല്ല നല്ല വേറെ ഏതെങ്കിലും വർക്ക് ചെയ്യുന്നില്ല, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇവരുണ്ടെങ്കിൽ എപ്പോൾ നോക്കിയാലും ഇതേ കണക്കുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. അതിനെപ്പറ്റി ആൾക്കാർ കുറ്റം പറഞ്ഞ് അത് പ്രശ്നമെന്നും പറഞ്ഞ് പിന്നെ അടി ഉണ്ടാക്കാൻ വരുന്നതായിരിക്കും. ഇവർ തന്നെയാണ് ഇതേപോലത്തുള്ള ആൽബത്തിലൊക്കെ ചെന്ന് അഭിനയിക്കുന്നത്. എന്നിട്ടുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി അഭിപ്രായം പറയുമ്പോഴത്തേക്ക് അതങ്ങനെ പറയാൻ പാടില്ലെന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ നല്ല ഏതെങ്കിലും ആൽബത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷോർട്ട് ഫിലിമിലോ ഏതെങ്കിലും പടത്തിലോ ഒക്കെ അഭിനയിച്ച് കഴിഞ്ഞാൽ അതിൽ കുഴപ്പമില്ല. അതല്ലാതെ ഇതേകണക്കുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നെഗറ്റീവായിട്ട് ഓരോരോ കാര്യങ്ങൾ ഇതേകണക്ക് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് ആൾക്കാർ അതിനെപ്പറ്റി ചോദ്യം ചെയ്താൽ അതും പ്രശ്നമാണ്. ഇപ്പോൾ ഇത് സ്ട്രാറ്റജി പോലെയാണ്. നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർ ഭയങ്കരമായിട്ട് ഫേമസ് ആവണമെങ്കിൽ ഇതേകണക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ട് ചെയ്താൽ പെട്ടെന്നാവാൻ സാധിക്കും. അതിന് ചോദ്യം ചെയ്യുമ്പോഴത്തേക്ക് ഇതേകണക്ക് അത് എൻ്റെ ഇഷ്ടമാണെന്നുള്ള രീതിയിൽ പറഞ്ഞ് ഭയങ്കരമായിട്ട് തടിയപ്പൊന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.